Hello my dear students, welcome to Teacher at Home. Today class we are going to learn the first chapter, that is let us assess. Let us assess inde questions are not discuss ചെയ്യുന്നത്. First question, find atomic number. Atomic number is mainly represented as Z and subshell electronic configuration. Okay, so what is given here? First one, period 3 and group 17. So period 3, what does it indicate? That the shell, it is three shells are there. Okay, in the third period, three shells are there. Group 17. Group 17 എന്ന് പറയുമ്പോൾ എന്താ 3 to 17. From 1 to 2, it is S subshell, S shell, and 3 to 18, it is P. So group 17 means it is which period? P group. Okay, P block. So group 17 means P block. So what is the subshell electronic configuration? 1s2 shell 3 ആണ് പറഞ്ഞത്. അപ്പോൾ 1s2 2s2 2p6 3s2 p block പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3p, how we got 5? That is how to find the block. p ലെ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് according to the p block, that is 12 plus ലാസ്റ്റ് ഇലക്ട്രോൺ. ലാസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത് അതാണ് പി ബ്ലോക്കിലുള്ള എലമെന്റ്സ്. ലാസ്റ്റ് ബ്ലോക്കിൽ എത്ര എലമെന്റ്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ വാട്ട് ഈസ് ഗിവൺ ഹിയർ ഗ്രൂപ്പ് 17. 17th ഗ്രൂപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കാൻ 17 മൈനസ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ 3p-യിൽ എത്ര എലമെന്റ്സ് ഉള്ളത്? 5 എലമെന്റ്സ് വിൽ ബി പ്രസന്റ്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിച്ചത്? പി ബ്ലോക്ക് ആവുമ്പോൾ ലാസ്റ്റ് എലമെന്റിന്റെ കൂടെ 12 ആഡ് ചെയ്യാണ് പതിവ്. നമുക്ക് ലാസ്റ്റ് എലമെന്റ് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ 12 പ്ലസ് ലാസ്റ്റ് എലമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 17. ഗ്രൂപ്പ് 17 ഇറ്റ് ഈസ് ഗിവൺ ഹിയർ. സോ 17 മൈനസ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ദെൻ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് അതിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 1s2 2 electrons plus 2s2 2 2s2 altogether 2 plus 6 that is equal to 8 plus 3s2 and 3p5, so altogether 7. So how many will be there? 8 plus 2 10 plus 7 17. Atomic number എത്രയാ? 17 ആണ് atomic number. Okay, then അടുത്തത് next one it is given, that is question number 2. Question number 2, what is given here? Period it is 4. അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ ബിയിൽ എന്താ തന്നിരിക്കുന്നത്? പീരീഡ് 4ഉം ഗ്രൂപ്പ് എത്രയാ? പീരീഡ് 4ഉം ഗ്രൂപ്പ് 6ഉം. പീരീഡ് 4 ആൻഡ് ഗ്രൂപ്പ് 6. സോ പീരീഡ് 4 എന്ന് പറഞ്ഞാൽ എന്താ? ദ ഷെൽ വിൽ ബി 4. ഹൗ മെനി ഷെൽസ് വിൽ ബി there? 4 ഷെൽസ് വിൽ ബി there. ആൻഡ് ഗ്രൂപ്പ് 6. ഗ്രൂപ്പ് 6 what does it indicate? 3 to 12. What is that? 3 to 12, it is D block. 3 to 12 D block. 13 to 18, it is P block. 1 to 2 S block. 3 to 12 D block. 13 to 18, it is D block. P block. Then subshell electronic configuration. അപ്പോൾ ഇതിന്റെ എന്താ എഴുതേണ്ടത് നമുക്ക്? subshell electronic configuration എഴുതണം. Okay, subshell electronic configuration. How to write that? 4 shells are there. So 1s2 2s2 2p6 3s2 3p6 4s2 D block it is given. Okay, so 3d. 3d. So how many electrons will be there? The D block എങ്ങനെ കണ്ടുപിടിക്കുക? ലാസ്റ്റ് രണ്ടിന്റെയും ആഡ് ചെയ്യുക. എസും ഡിയും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. എസ് പ്ലസ് ഡി ആഡ് ചെയ്തിട്ട് ഓക്കെ ആണ് നമുക്ക് ആൻസർ കിട്ടുക 6 എന്നുള്ളത്. അപ്പൊ ഇതിൽ എസ് എത്രയാ? 2 ആണ്. ഡി തന്നിട്ടുണ്ടോ? ഇല്ല, 6. So D equal to 6 minus 2, that's equal to 4. So we can write here as 3D4. 3D4 എന്ന് നമ്മൾ എഴുതില്ല. സ്റ്റേബിൾ ഉള്ള കോൺഫിഗറേഷൻ ഏതാ? 1s2 is given here, 2s2 2p6 3s2 3p6 4s1 3d5. So it attained the stable configuration. Okay, ഇങ്ങനെ എഴുതുമ്പോൾ മാത്രമാണ് എന്താ അത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാറ്.
പിന്നെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? അറ്റോമിക് നമ്പർ 1s എത്രയുള്ള 2 ഇലക്ട്രോൺ. ഓക്കെ, 2s 8 ഇലക്ട്രോൺസ്, 3 1 2 3, so 5 plus 2 7, 7 plus 6 13, plus 4 1, so 10, 23 plus 1 24 is the atomic number given here. Okay, so coming to the second question, when the last electron of an atom was in the 3D subshell, the subshell electronic configuration was 3D 8. Answer the question. Complete subshell electronic configuration. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഇലക്ട്രോൺ അല്ലേ, അത് 3Dയിലാണ് that is filling നടക്കുന്നത്. അപ്പോൾ subshell electronic configuration എന്താ കാണിച്ചത്? 3D8 it is showing. So what we have to write here is, we have to write the electronic configuration. So starting from 1s2, 2s2, 2p6 completed, then 3s2, 3p6. After that 3p, what will be coming? 4s will be coming, 4s2. Only after that 3D filling will take place, 3D8. അപ്പോൾ ഇതാണ് electronic configuration, subshell electronic configuration. Then what have to be found? Atomic number കണ്ടുപിടിക്കണം. Atomic number is equal to 1s എത്രയുള്ള 2 electrons, 2s 8 electrons, 3s calculate ചെയ്യുകയാണെങ്കിൽ 10 16 electrons plus 4s 2 electrons, so altogether 10 26 28 electron. 28 is the atomic number. Atomic number എന്ന് പറയുന്നത് 28 ആണ്. പിന്നെ ബ്ലോക്ക് ഏത് ബ്ലോക്കിലാണ് ലാസ്റ്റ് ആയിട്ട് ഫിൽ ആയിരിക്കുന്നത്? ഡി ബ്ലോക്ക്. ദാറ്റ് ഈസ് ദ ഫില്ലിംഗ് ടേക്ക് പ്ലേസ് ഇൻ ദ ഡി ബ്ലോക്ക്, സോ ദ ബ്ലോക്ക് ഈസ് ഡി. Then period, which period? That is according to this the largest shell. Large shell ഏതിലാ? 3D യിലല്ല large shell, 4s ലാണ് large shell. അപ്പം നമ്മൾ എഴുതുന്ന പീരീഡ് വന്നിട്ട് fourth. It is the fourth period. Then how to find the group number? ഗ്രൂപ്പ് നമ്പർ എസും ഡിയും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. ഡി ബ്ലോക്ക് എലമെന്റ് കമ്പയർ ചെയ്യുമ്പോൾ എസും ഡിയും കൂടിയിട്ട് ലാസ്റ്റ് എസും ഡിയും കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ. എസ് വന്നിട്ട് 2ഉം ഡി 8ഉം ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ ഏതാ? ഗ്രൂപ്പ് നമ്പർ പറയുന്നത് 10. ഓക്കെ, പിക്ക് ദ റോങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൽ കുറച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, അതിൽ തെറ്റുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. So first one is 1s2, 2s2 and 2p7. Is it 2p7 possible? P-യിൽ maximum എത്ര electrons വരെ കൊള്ളാം? P-യിൽ 7 electrons. So the maximum number of electrons that can accommodate in P subshell, that is equal to 6. So 2p7 എന്നുള്ളത് wrong. Answer A is wrong. The next question, 1s2, 2s2, 2p6, 3s1. That was correct. അല്ലേ? എല്ലാത്തിലും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. 2p6ലും 3s1ലും. 2p6 കഴിഞ്ഞാൽ 3s1. So that was correct. The next question, 1s2, 2s2, 2p2. The maximum number of electrons that can hold in P, it is 6. Okay, here only 2 electrons. So that's also correct. Next question, 1s2, 2s2, 2p5, 3s1. That is wrong, because after filling 2p only it will go to 3s. 2p complete ആയിട്ട് fill ചെയ്തിട്ട് മാത്രമേ അത് 3sലേക്ക് പോകുള്ളൂ. അപ്പോൾ Pയിൽ എത്ര electrons ആണ്? We have already told that Pയിൽ 6 electrons. Okay. Then what about the other one? 1s2, 2s2, 2p6, 3s2, 3p6, 3d2, 4s1. Is it possible? 3d2, 4s1 അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാരണം 4s2 കഴിഞ്ഞിട്ട് 3d1. കാരണം ഡിയിൽ ഓൾറെഡി മാക്സിമം 10 ഇലക്ട്രോൺസ് ആണ് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 2 ഇലക്ട്രോൺസ് മാത്രമായിട്ട് പിന്നെ 4sലേക്ക് 1 കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഇത് 3d5 or 3d10. Then next one, 1s2, 2s2, 2p6, 3s2, 3p6, 3d2 and 4s2. Already we have told that after 4s getting filled only 3d2 occur. So that is correct. ഇത് correct ആ. കാരണം എന്താ? നേരത്തെ 4s1 ആണ്.
4s fill ചെയ്ത ശേഷം മാത്രമേ അത് 3D യിലേക്ക് പോവുള്ളൂ. Okay, so this explained everything. You have to note down correctly and have to write the answer. Fourth question. The element X in group 17 has 3 shell. Write the subshell electronic configuration of the element. So what we have to write here? Subshell electronic configuration ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് അല്ലേ? എന്താ തന്നിരിക്കണം? 3 shells ഉണ്ട് തന്നിട്ടുണ്ട് group 17. Okay, so 3 shell means period also will be 3. Electronic configuration 1s2, 2s2, 2p6, 3s2, 3p6, then 3p6 no, it will be 18. അപ്പോൾ 3p5. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? പി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 12 plus the last element. Last element it is not given here, so write here as 12 plus a is equal to 17. A is equal to 17 minus 12, that is equal to 5. Okay, write the period number. Period number ഇവിടെ തന്നിട്ടുണ്ട് 3 shells ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 shells എന്ന് പറയുമ്പോൾ period എന്ത് തന്നെയായിരിക്കും? Period numberും 3. Okay, group it is given as 17. Then third question. What will be the chemical formula of the compound formed if element X reacts with Y of third period which contain 1 electron in P subshell? അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? What will be the chemical formula of the compound? X ഏതുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? X reacts with Y. Third period X reacts with Y. പിന്നെ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? Which contain only 1 electron in the P subshell. Okay, if you are rubbing this, which contain 1 electron in the P subshell. അപ്പോൾ അതൊന്ന് നമുക്ക് എഴുതി നോക്കാം. Subshell electronic configuration ആദ്യം എഴുതാം. Subshell configuration. Okay, subshell configuration എഴുതുകയാണ്. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 electron in the P electron. So 1s2, 2s2, 2p6, 3s2, പിന്നെന്താ പറഞ്ഞത്? 3p യിൽ only 1 electron is there. അപ്പോൾ ഷെൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എത്രയാ കിട്ടുക? 2 അല്ലേ? 1s 2 electrons, 2 സെക്കൻഡ് ഷെല്ലിലോ 8 electrons, തേർഡ് ഷെല്ലിൽ 3 electrons. ഇനി വാലൻസ് ഷെൽ, വാലൻസ് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ആണ്. ലാസ്റ്റ് എത്ര ഇലക്ട്രോൺസ് ആണോ ഉള്ളത് അതാണ് അതിന്റെ വാലൻസി. അപ്പോൾ 3 is the number of electrons present in the last shell, so the valency is 3. Then what about the oxidation state? Oxidation state എത്രയാ? 3 plus 3 ആണ് oxidation state. ഇതിൽ x എന്നുള്ളത് എന്ത് തന്നിട്ടുണ്ട്? ഗ്രൂപ്പ് 17 ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. x equal to ഗ്രൂപ്പ് 17. അപ്പോൾ ഗ്രൂപ്പ് 17 ആവുമ്പോൾ അതിന്റെ വാലൻസി, okay, valency will be how much? 7. Oxidation state of -1. Valency 7, oxidation state -1. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടിയപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? y +3 തന്നിട്ടുണ്ട് അല്ലേ? ഓൾറെഡി വാലൻസി +3. എക്സിന്റെ ഇപ്പം എത്രയാണ് കിട്ടിയത്? നമുക്ക് -1 എന്ന് കിട്ടിയിട്ടുണ്ട്. വൈന്റെ ഓൾറെഡി +3, ദാറ്റ് ഈസ് ബാലൻസ് ഷെല്ല് നമ്മൾ ഷെൽ കോൺഫിഗറേഷൻ നിന്ന് കണ്ടുപിടിച്ചു. എക്സിന്റെ valency, that is it is belongs to the group 17. So group 17 it is having the oxidation state of -1. So if you are calculating, that is yx. Okay. So ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ എഴുതുക? x + 3 y + 3 x - 1. അപ്പോൾ അതിൽ ചാർജ് പോസിറ്റീവ് ചാർജ് ആക്കിയിട്ട് എഴുതുമ്പോൾ x3 that is y3 x1. അപ്പോൾ interchanging will get yx3. Interchanging will get yx3. So coming to the next question. What is the next question given? Question number 5. So in the question number 5, the electronic configuration, the element copper it is having atomic number of 29. So it undergo chemical reaction to form an ion. അത് chemical reaction ആയിട്ട് ion form ചെയ്തു അല്ലേ? അതിന് oxidation state എത്രയാണ്? ആ കോപ്പറിനുള്ള oxidation state എന്ന് പറയുന്നത് +2.
അപ്പോൾ കോപ്പർ, എലമെന്റ് കോപ്പർ, അറ്റോമിക് നമ്പർ എത്രയാ 29. ഇറ്റ് അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻ ടു ഫോം ആൻ അയോൺ ഫോം ചെയ്യാൻ വേണ്ടി കെമിക്കൽ റിയാക്ഷനിലൂടെ അയൺ ഫോം ചെയ്ത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? subshell electronic configuration. So the first question is subshell electronic configuration. അപ്പോൾ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ ആദ്യം നമ്മൾക്ക് കോപ്പറുടെ കോൺഫിഗറേഷൻ എഴുതണം. സോ Cu29. സോ ദാറ്റ് ഈസ് 1s2 2s2 2p6 3s2 3p6 എത്ര ഇലക്ട്രോൺസ് ആയി? 10 12 18. 3p, then 4s2 3d എത്രയായി? 10 18 19 20. Here 9 will be there. അപ്പൊ കോപ്പർ, ക്രോമിയം ഇതിലൊക്കെ നമ്മൾ ഒരു സിമിലാരിറ്റി കണ്ടിട്ടുണ്ട് അല്ലേ? അല്ല എങ്ങനെ എഴുതുക? 1s2 2s2 2p6 3s2 3p6. 4s എത്ര ഉണ്ടാവുക? 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു ഇലക്ട്രോൺ നമ്മൾ ഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 3d10, which is the stable electronic configuration. In order to achieve the stability, D will have to accommodate 10 electrons. Stability attain ചെയ്യാൻ D ക്ക് 10 electrons carry ചെയ്യണം. So that was our first question. Then can this element show variable oxidation state? അപ്പോൾ C യുടെ നമ്മൾ കാണിച്ചു അല്ലേ? this ion ഇത് കാണിച്ചു. ഇനി എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. കാരണം എന്താ? as it belongs to the D block. ലാസ്റ്റ് ഏതിലെ ഫില്ലിംഗ് നടക്കുന്നത്? D block ആണ്. D blockയുടെ ഒരു പെക്യുലിയാരിറ്റി എന്ന് പറയുന്നത് it show variable oxidation states. Variable oxidation state it shows. Okay, variable oxidation state. Write down the chemical formula of one compound. So what we have to formed when this element react with the chlorine. അപ്പോൾ ക്ലോറിൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതെന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് എഴുതണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ Cu2+. ഈ 2+ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഡൊണേറ്റ് ദ ഇലക്ട്രോൺ, അത് ഇലക്ട്രോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ 2+ എന്ന് പറഞ്ഞാൽ ആദ്യം ഏതിൽ നിന്നാ പോവുക? നമ്മൾ ഇതല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 3d10 4s1. ഓക്കെ, നമ്മൾ ഇലക്ട്രോൺസ് കൊടുക്കുമ്പോൾ അതിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d10 4s1. അതിൽ നിന്നാണ് ഇലക്ട്രോൺ പോവുക. അപ്പോൾ സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 1s2 2s2 2p6 3s2 3p6 4s അല്ല 3d. 2 ഇലക്ട്രോൺസ് ആണ് പോകുന്നത്. Cu2+ പറയുമ്പോൾ 2 ഇലക്ട്രോൺ പോകും. സോ 3d9. 4s will not be there. കാരണം 4sൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോൺസ് കളയുന്നത്. അപ്പോൾ 4s ഉണ്ടാവില്ല, 3d9. ഓക്കെ, പിന്നെ ഒരു എലമെന്റ് ഫോം ചെയ്യണതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് CuCl. So if you are considering Cu കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയത്? +2 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി Clന്റെ കണ്ടീഷൻ എടുക്കുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്കെ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p5 അല്ലേ? 17 ആയില്ലേ? ക്ലോറിന് 17 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ അതനുസരിച്ച് 17 എഴുതി. 2 8 എത്രയാ? 7. 2 8 7 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദെൻ അങ്ങനെ കണക്കാക്കുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ വരുന്നത്? 7 is oxidation state. So വാലൻസി എത്രയാ? വാലൻസി 7 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ വാലൻസി പറയുന്നത് 7. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1. അപ്പൊ നമുക്ക് ഫോർമുല കിട്ടിയില്ലേ? Cu2+ഉം ക്ലോറിൻ -1ഉം. ഇതിന്റെ ചാർജ് കളയുമ്പോൾ Cu2ഉം Cl1. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ CuCl2. This is the formula of what? This is the formula of the compound formed, that is copper and chloride. When combined together we form cupric chloride, CuCl2. Then next
What about the next one? Next question, that is the 6th question. Certain subshells are given below. അപ്പോൾ കുറച്ച് സബ്ഷെല്ല് തന്നിട്ടുണ്ട്, അത് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. certain subshells 2s തന്നിട്ടുണ്ട്, 2d, 3f, 3d, 5s, 3p. 2s പോസിബിൾ ആണോ? yes, 2s നമുക്ക് അറിയുന്നതാണ് അല്ലെ. 2s is possible. 2d പോസിബിൾ അല്ല, കാരണം സെക്കൻഡ് ഇപ്പൊ ഫസ്റ്റ് ഷെല്ലില് നമുക്ക് എത്ര സബ് ഷെൽസ് ഉണ്ട്? ഒരു സബ് ഷെല്ലേ ഉള്ളൂ. അതുപോലെ രണ്ടാമത്തെ ഷെല്ലില് 2 സബ് ഷെല്ല്. ഓക്കെ, 2s-ഉം 2p-യും മാത്രമാണ് ഉള്ളത്. തേർഡ് വണ്ണിലോ? സോ 3d ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇറ്റ് ഈസ് റോങ്. തേർഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ? 3s, 3p, 3d. 3f പോസിബിൾ ആണോ? അല്ല, അപ്പൊ ഇതും റോങ് ആണ്. 3d possible? yes, it is possible. Then 4, considering 4, 4s, 4p, 4d, 4f. അപ്പോൾ 4 തന്നിട്ടില്ല, 4 ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. 3p പോസിബിൾ ആണ്, പിന്നെ 5s പോസിബിൾ ആണ്. അപ്പോൾ 5 നമ്മൾ വെറുതെ എഴുതിയാലും ആദ്യം തന്നെ എങ്ങനെയാ തുടങ്ങുക? 5s ആണ് തുടങ്ങുക. സോ 5s is possible, that is also correct. 5s is possible, that is also correct. അപ്പോൾ ഇത്രയുമാണ് ലെറ്റസ് എസ്എസ് എന്നതിലെ questions and answers. It has been briefly explained. So that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.